അപ്പോൾ ബ്രേക്ക് വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ AC കംപ്രസറിൻ്റെ ക്ലച്ച് തിരിയണില്ല. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാന്നുള്ളത് നോക്കാം കേട്ടോ. AC ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് AC കംപ്രസർ വർക്കാവില്ല. AC കംപ്രസറിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വാഹനത്തിൻ്റെ AC കംപ്രസർ ഏതായാലും വർക്ക് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഫീസ് പോയിട്ടുണ്ടെങ്കിൽ ഫീസ് ബോക്സിൽ നോക്കുക. ഇവിടെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ഇതിലേതാ ഇതിൽ AC കംപ്രസർ ഇതാ AC കംപ്രസർ 10 ആമ്പിയർ. അപ്പോൾ അതിനനുസരിച്ച് 10 ആമ്പിയർ ഇതാ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഊരിക്കഴിഞ്ഞാൽ ACയുടെ ഫങ്ഷനൊക്കെ നിലയ്ക്കും. അപ്പോൾ നമുക്ക് ഈ ആദ്യം ഫീസൊക്കെ അയച്ചു നോക്കിയിട്ട് AC കംപ്രസർ അതേപോലെ വേറെ ഏതൊക്കെയുള്ളത് നോക്കട്ടെ കേട്ടോ. ഹൈലോ, റൂം ലാമ്പ്, ഹെഡ് ലാമ്പ്, AC കംപ്രസർ 10 ആമ്പിയർ. ഇതിൽ AC കംപ്രസർ 10 ആമ്പിയർ ഇതാണ് വരുന്നത്. അപ്പോൾ ഫീസ് അയച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഫീസ് അയച്ചു നോക്കിയാൽ ശരി സത്യം പറഞ്ഞാൽ ഇത് അയക്കാനുള്ളൊരു പിന്നുണ്ടാവും കേട്ടോ. നമ്മുടെ പിന്ന് മിസ്സായി. കൈ കൊണ്ട് അയച്ചു നോക്കണം. തിക്കെടുക്കാം. അപ്പോൾ നമ്മളിത് 10 ആമ്പിയറിൻ്റെ അയച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഫീസ് പോയിട്ടൊന്നുമില്ല, അല്ലേ? ഫീസ് പൊട്ടിയിട്ടില്ല. അപ്പം നമുക്കിത് തിരിച്ചിലേക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ ACയുടെ ഫീസ് ബോക്സ് നോക്കുക, റിലേ നോക്കുക. അതിനൊന്നും പ്രശ്നമില്ലാന്നുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കംപ്രസർ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ACയുടെ കംപ്രസറിൽ അപ്പോൾ നമുക്ക് ഇത് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് ലൂസാക്കി കൊടുക്കണം. എന്നാലേ നമ്മൾക്ക് ഇതിൻ്റെ ബെൽറ്റ് അയക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പമ്പ് ലൂസാക്കിയിട്ട് ബെൽറ്റ് അയക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ആക്കിയിടുക. ഈ സ്റ്റീറിംഗ് പമ്പ് അയക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബെൽറ്റ് ലൂസാക്കേണ്ടതുണ്ട്. നമ്മൾ ബെൽറ്റ് ലൂസ് ചെയ്യണം. അത് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പമ്പിൻ്റെ അയച്ചാൽ നമുക്ക് ബെൽറ്റ് ലൂസ് ചെയ്തിട്ട് കംപ്രസറിലേക്ക് അടിക്ക് നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്ത് തരുന്നത് ബൈജേട്ടനാണ്. AC മെക്കാനിക്കാണ് കേട്ടോ കാറിൻ്റെ. ടൈറ്റനാകട്ടെ. കംപ്രസറിൽ ഓയിലൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ടൈറ്റ് ആയത് ഇപ്പൊ തിരിക്കുമ്പോ ലൂസ് ആവുന്നുണ്ട് അല്ലേ? ലൂസ് ആയില്ലേ? ഫ്രീ ആയി. അതെന്തെങ്ങനെ ടൈറ്റ് വന്നിരുന്നാണോ? അപ്പോ ഇരുന്നിരുന്നിട്ടായതാ? കാരണം എനിക്കിത് എന്താ പറയാ ആദ്യം ഉണ്ടായത് ഓണാക്കിയപ്പോ ഫീസ് പോയി ആദ്യം. അതെ, ജാം വന്നിട്ടല്ലേ? ഫീസ് വന്നപ്പോ ഞാൻ പിന്നെ രണ്ടാമതിട്ട് കുറച്ചാലും വർക്ക് ചെയ്തു. ഫീസ് മാറ്റിയിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ബെൽറ്റ് ഇടും നമുക്ക്. ഫ്രീ ആയില്ലേ? നല്ല ഫ്രീ ആയില്ലേ? നല്ല ഫ്രീ ആയി. കാരണം വെറുതെ ഗ്യാസുകളുണ്ടല്ലോ, ഗ്യാസ് ഉള്ളതല്ലേ. കോയില് പോയതാണെന്ന് വിചാരിച്ചത്. ഞാൻ അതിന്റെ കോയില് പോയിന്ന് വിചാരിച്ചത് ആദ്യം. തിരിച്ചോട്ടാ. അപ്പൊ നമ്മളിത് ഇങ്ങനെ തിരിച്ചു വെക്കണം കേട്ടോ ഗൈസ്. നമുക്ക് മാക്സിമം ക്ലച്ചിനൊന്ന് ഫ്രീ ആക്കണം. കാരണം സാധാരണഗതിയിൽ ക്ലച്ച് കൈ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ തിരിണ്ടാണ് ക്ലച്ച്. ഞാൻ കാണിച്ചു തരാം. ഈ കാണാണ് കേട്ടോ ക്ലച്ച്. ഇത് കൈ കൊണ്ട് തിരിച്ചാൽ സാധാരണ തിരിയണം. അല്ല ഇപ്പോൾ ഫ്രീ ആയി. ഇത് തിരിഞ്ഞിരുന്നില്ല, കണ്ണില്ലേ? അല്ല ഇപ്പോൾ ഫ്രീ ആയി. നമ്മളിനി അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ AC കംപ്രസറിൻ്റെ പ്ലഗിൽ കറണ്ട് വരെ നോക്കുകയാണ് കേട്ടോ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് 12 വോൾട്ട് കറണ്ട് വരുന്നത് നോക്കുകയാണ്. അതിൽ പോസിറ്റീവ് നമ്മൾ ആ പിന്നിൽ കൊടുക്കണം. പോസിറ്റീവ് നമ്മൾ ആ പ്ലഗിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ മൈനസ് ബ്ലാക്ക് നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടൊക്കെ 13 വോൾട്ട് കറണ്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രശ്നം കോയിൽ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ACയുടെ ക്ലച്ചാണ് പോയിട്ടുള്ളത്, മാഗ്നറ്റിക് കോയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അത് എന്ത് ചെയ്താലും കോയിൽ മാറ്റുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ.
നമ്മൾ കോയിൽ അടുത്ത പ്രാവശ്യം നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗായ്സ്.